ഹായ് വെൽക്കം ബാക്ക് ഗൈസ്. അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷം ഏകദേശം പറഞ്ഞാൽ ഒരു 2 കൊല്ലത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ റീച്ചും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഇങ്ങനെ ചെറിയ കുറച്ച് വീഡിയോസ് അങ്ങനെ മാത്രം പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് തൊക്കിലങ്ങാടി ഗ്രൗണ്ടിലാണ്, സ്കൂൾ ഗ്രൗണ്ടാണ്. കുറേ കാലമായി ഓട്ടമെല്ലാം ഉണ്ട്, പക്ഷേ വീഡിയോസൊന്നും എടുക്കുന്നുമില്ല. കാരണം എൻ്റെ ഫോണിൻ്റെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. ഇൻസ്റ്റയിൽ ഇങ്ങനെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഞാൻ ജിമ്മിലെല്ലാം പോകുന്നതുകൊണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇടുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ബാക്ക് കാണുന്ന ഞാൻ ഈ ഗ്രൗണ്ട്. മൊത്തത്തിൽ ഇതാണ് സ്കൂളിൻ്റെ പരിസരം. നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ചെറിയൊരു ലൈറ്റ് റണ്ണാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഗ്രൗണ്ട് ശൂന്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുഷപ്പും പുള്ളപ്പും സ്കോട്ടിപ്പം ചെയ്യും. വാം ചെയ്യുമ്പോൾ തന്നെ സ്കോട്ടും ചെയ്യും. ഇവിടെ നല്ലൊരു മരവും ചെയ്യും, അത് മുറിച്ച്. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ട്രൈപ്പോഡും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ സെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ കുപ്പീൻ്റെ മുകളിൽ ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. കുപ്പി ഇങ്ങനെ വെക്കും, ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അവിടെ വെക്കും. വേറെ എടുത്തു തരാനൊന്നുമില്ല. പിന്നെ ട്രൈപ്പോഡും ഇല്ല. നമുക്ക് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയോൻ്റെ പ്രശ്നമെല്ലാം നല്ല ഇതുണ്ട്. എന്ന് വെച്ചാൽ നോയിസ് ക്യാൻസലേഷൻ ഒന്നല്ല എൻ്റെ ഫോണ്, നോർമൽ ഫോണാണ്. ഉള്ള സോഴ്സ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തുതരാം. സെറ്റായി വരുന്നതിന് നമുക്ക് മൈക്കും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് സെറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമ്മളിങ്ങനെ ഗ്രോ ചെയ്ത് വരും. ഒരു സമയത്ത് അത്യാവശ്യം നല്ല ഇതിൽ കയറിപ്പോയതായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ ഈ ഫോണിൻ്റെ കാര്യങ്ങളായി കുറേ പ്രശ്നങ്ങളായി. അവിടെ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റ്നസ്സിൻ്റെ എല്ലാം പോകുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം മാത്രം, അതായത് മോട്ടിവേഷൻ കിട്ടിയിട്ട് നമ്മൾ പോകുന്നതിനെക്കാട്ടും നല്ല ഡിസിപ്ലിനോടെ ഇങ്ങനെ പോകാമെന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്നൊരു മോട്ടിവേഷൻ കയറിയിട്ട് പെട്ടെന്നൊരു ദിവസം കുറേ റണ്ണ് ചെയ്ത്, അപ്പോൾ അതൊന്നും കുറച്ച് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഫുഡിൻ്റെയും ന്യൂട്രീഷൻ എല്ലാ കാര്യവും നോക്കണം. സ്ലീപ്പ്, റിക്കവറി, കാലെല്ലാം വാം ചെയ്ത് നല്ലോണം സെറ്റാക്കി. ഇപ്പോൾ ആംഗിൾ റൊട്ടേഷനാണ് ചെയ്യുന്നത്, തിരിച്ചും മറിച്ചിട്ടും. നിങ്ങൾ കാണുന്നുണ്ടാവില്ലല്ലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോയെന്ന് ഇപ്പോൾ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് വേണം ചെക്ക് ചെയ്യാൻ. ഞാനിപ്പോൾ റണ്ണിങ് എല്ലാം ഉണ്ട്, ഗ്യാപ്പിട്ട് റണ്ണിങ് ഉണ്ട്. കുറച്ച് മുന്നേ ഞാൻ ഒരു റോബസ്റ്റ ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ട്. ഷൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഷൂസ് ഉണ്ട്, നിങ്ങൾ ഷൂസ് പാച്ചാണ്. ഷൂസ് ഒന്ന് വാങ്ങണം നല്ല. ഇതിപ്പോൾ ഏകദേശം ഇതൊരു 3 കൊല്ലമായി. എന്തായാലും ഇഞ്ചറി വരും. കോട്ടയം നമുക്ക് ഏതായാലും ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം. ഓട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം മെല്ലെ ഓടാനാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ക്യാമറയുണ്ടല്ലോ, വീഡിയോ എല്ലാം നായും ഉണ്ട്, അതാണ് വിഷയം. ഇതുണ്ടോ, വീഡിയോ ഒരു പുള്ളപ്പ് ബാറുണ്ട്, ഇതുണ്ട ആ ഒരു പുള്ളപ്പ് ബാറുണ്ട്. അവിടെ നിന്ന് പുള്ളപ്പ് ചെയ്യണം. നല്ല ക്ലൈമറ്റാണ്. എൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല, ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഈച്ചങ്ങൾ വൈകുന്നേരം കാണും. കുരുപ്പുങ്ങളെ കൊണ്ട് ഭയങ്കര കഷ്ടമാണ്. ബോട്ടിലെല്ലാം ഓടുമ്പോൾ എൻ്റെ മെയിൻ അവസ്ഥ ഇത്. ഈച്ചങ്ങളിങ്ങനെ വൈകുന്നേരം പറഞ്ഞാൽ നമ്മൾ പാനിക്കാവും. ചില സമയത്ത് ഞാൻ സ്റ്റക്കായി പോകും. ആരെങ്കിലും ഒപ്പരം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ധൈര്യമായിരിക്കും. അത് നടക്കില്ലല്ലോ. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാവും. ഈച്ചങ്ങളെല്ലാം വിഷം വെക്കണപ്പാ. അങ്ങനെ ഞാനിപ്പോൾ ട്രാവൽ എടുത്ത് നോക്കി 1 കിലോമീറ്റർ അയച്ചിട്ടുണ്ട്.
ഓടിക്കഴിഞ്ഞിട്ട് എൻ്റെ ഫിസിക്ക്, എൻ്റെ ബോഡി ഇങ്ങനെയുണ്ടെന്ന്. അപ്പം എൻ്റെ കണക്കിൽ ഞാനൊരു 60 kg ഉള്ളൂ. അതിന് മാത്രമുള്ള ഫിസിക്കൊന്നും ഇല്ല. കറക്റ്റ് 5 കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഓട്ടം നിർത്തും. എന്നിട്ട് ഒരു റൗണ്ട് നടക്കും. അത് കഴിഞ്ഞിട്ട് പുഷപ്പ്, പുള്ളപ്പ്. ഈ ഗളകള വർത്താനം പറയുന്നുണ്ടോ തോന്നുന്നു. ഡിസ്റ്റൻസ് എന്താ പറയുക, ഓടുന്നൊന്നും എനർജി മൊത്തം തീർന്ന പോലെ. ഈ കൂടുതലൊന്നും വർത്താനം പറയാൻ എനിക്ക് പറ്റൂല. 3 കിലോമീറ്റർ ആയിച്ചു, നല്ലോണം കതിച്ചു തുടങ്ങി. 4 കിലോമീറ്റർ കഴിഞ്ഞ് എനിക്കിനെന്തോ നമ്മ ഓടാൻ ഒട്ടും കഴിയുന്നില്ല. 5 കിലോമീറ്റർ പറഞ്ഞാണല്ലോ കംപ്ലീറ്റ് ആക്കാത്ത മോശമല്ലേ. അതാണല്ലോ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. 4 ചില്ലറയായി. അങ്ങനെ 5 കിലോമീറ്റർ കഴിഞ്ഞ് സ്ട്രാവേൻ്റെ ഡിസ്റ്റൻസുകൾ ഞാൻ സൈഡിൽ കൊടുക്കും. അപ്പോൾ ചെക്ക് ചെയ്യുന്നതാണ്. മെല്ലെ സ്ലോ ആക്കുന്ന അമ്മേ. പിന്നെ ഒരു നടത്തം, 2 റൗണ്ട് നടത്തം. അത് കഴിഞ്ഞിട്ട് ഒന്ന് പുള്ളപ്പും പുഷപ്പെല്ലാം ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടോ നോക്കട്ടെ. ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാവും. നടന്ന് ഒരു 500 മീറ്ററായി. ഫുള്ള് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മടുപ്പടിക്കില്ല. വീഡിയോ ഒരു പാമ്പിനെ കണ്ടില്ലേനും. സ്ഥലം തിരിച്ച് കാണിക്കാൻ പറ്റില്ല. അമേ പാമ്പ്, ചേര നടന്ന് എൻ്റെ ബാഗ് കൊണ്ടുവന്നാടാ. ചേക്കൻ എൻ്റെ ബാഗെല്ലാം ഇപ്പം കൊണ്ടുപോകും. നടന്ന് എത്ര നടന്നൊന്നുമില്ല കാരണൂടെ. കാരണം വർത്താനം പറഞ്ഞ് നടന്നു. മണ്ടത്തരത്തിൽ നിന്നും മണ്ടത്തരം കൂടി വരുന്നതാണ്. എന്നുവെച്ചാൽ 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എന്നോട് സ്ട്രാവേൻ്റെ സാധനം ഓഫാക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ എന്താ പറയണ്ടേ, നടന്നേയും കൂടി കാണിക്കേണ്ടി വരും ഇതിൻ്റെ അകത്ത്. അത് ഞാൻ കൊടുക്കാം. ഞാൻ 30 മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി 5 കിലോമീറ്റർ. ബാക്കി 1 ചില്ലറ കിലോമീറ്റർ നടന്ന് ഓഫാക്കാൻ വിട്ടുപോയി. ഇന്ന് ഓടിയതെന്ന് വെച്ചാൽ എൻ്റെ പ്രോഗ്രസ്, അതായത് ഞാനിപ്പോൾ കുറേ വർത്തമാനം പറഞ്ഞ് വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ വന്നിട്ട് ഞാൻ ഓടിയെന്ന് വെച്ചാൽ അതും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എത്രയിനുള്ളിൽ 24 മിനിറ്റ് ആറ്റാ. അതായത് ഞാൻ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. പുള്ളപ്പോൾ ചിന്നപ്പോൾ ഏതെങ്കിലും എടുക്കണം. വീഡിയോ എടിയും ഫോൺ വെക്കേണ്ട ഒരു ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ ഇവിടുന്ന് കുറച്ച് പുള്ളപ്പടിച്ചിട്ട് അവിടെ പോയിട്ട് ചിന്നപ്പൂ അടിക്കും, മാറ്റി അടിക്കും. അവിടുന്ന് പുഷപ്പും കൂടി അടിച്ച് കാണിച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ കണ്ടീഷൻ കാണിക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റിയ, ഹോൾഡ് ചെയ്യാൻ പറ്റിയ, ഫോൺ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒന്നുമില്ല. ഒരു ട്രൈപോഡ് നോക്കിയിട്ട് വാങ്ങണം. തൽക്കാലം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഹോൾഡ് ചെയ്യാൻ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ കയറുണ്ട. കയറിന്ന് ഇവിടെ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് പോകണം അവിടെ ആ സാധനത്തിലേക്ക് വെക്കാൻ. ഫോൺ വെച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ നെറ്റും മേലാണ്. കുറച്ച് റിസ്ക്കാണ്. തൽക്കാലം എൻ്റെ കണ്ടീഷൻ കാണുമെന്നറിയില്ല. ഞാൻ കാണിച്ചുതരാം. ഇതാണിപ്പോൾ എൻ്റെ കണ്ടീഷൻ. ലോങ്ങിന്ന് പുള്ളപ്പടിക്കുന്ന കാണിച്ചുതരാം. ആദ്യം എൻ്റെ ബാർ ഇത് ഫോൺ വീണ് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോയി. എന്തായാലും എടുത്തിട്ടുണ്ട്, 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല മഴ പെയ്തിട്ടുണ്ട്. മഴക്കാല സീസണാണല്ലോ, മഴ പെയ്തിട്ടുണ്ട്. ചെറുങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം സ്കൂളിൻ്റെ അവിടെ വെക്കണം, അല്ലെങ്കിൽ എല്ലാം നനയും. പേടി എത്തിയിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിക്കാം. വെള്ളം കുടയൊന്നും എടുത്തിട്ടുമില്ല. തൽക്കാലം ഇവിടുന്ന് പുഷപ്പടിക്കാം. അങ്ങനെ പുള്ള പഠിച്ചുകൊണ്ട് ഇന്ന് ഇവിടുന്ന് ഇപ്പോൾ ഇതാ നായി കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. മഴയുണ്ട്, കാണുന്നുണ്ടോ അറിയില്ല. 2-3 നായി. ഇതിൻ്റെ കണ്ണെല്ലാം കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് മഴയും പാറി പെട്ട് എനിക്ക് നിങ്ങൾ കടിക്കാൻ വരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. പുഷപ്പെല്ലാം അടിക്കുമ്പോൾ മറ്റേ ബാക്കിൽ വന്നിട്ട് കയറൂലേ.
ഫോണിൻ്റെ ചാർജും തീർന്നു. ഗ്രൗണ്ടിൽ അങ്ങനെ ഇതാ ഡ്രസ്സെല്ലാം മാറ്റി നല്ലോണം ഇരുടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദിവസമോ എപ്പാന്നോ നമ്മൾ ഇവിടുന്ന് പോയി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും കൺസിസ്റ്റൻ്റായിട്ട് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ബൈ.